ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീതയിലെ 6-ാം അധ്യായമായ ധ്യാനയോഗത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ അധ്യായം സന്യാസയോഗത്തിൽ അതിൻ്റെ അവസാനത്തിൽ ഭഗവാൻ ചിലത് പറഞ്ഞു. ഈ ചിത്തശുദ്ധി എന്നതാണ് ജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചിത്തശുദ്ധിക്ക് ഉതകുന്നതാണ് എന്ത്? കർമ്മം. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയെ. സാക്ഷാത്കാരത്തിനല്ല. സാക്ഷാത്കാരത്തിനായിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ, ഈശ്വരനെ അറിയാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കർമ്മങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്നാണ്. കാരണം ഇത് നേരായ വഴിയിലല്ല മനസ്സിലാക്കുന്നതെങ്കിൽ ഇതൊക്കെ തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. ഇതാണ് ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ കഷ്ണങ്ങൾ എടുത്ത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം. എന്തായാലും ഇവിടെ നമ്മളൊരു ക്രമമായ പാഠ്യ പദ്ധതിയാണ്, അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചിത്തസ്യ ശുദ്ധയെ കർമ്മ നതു വസ്തുപലബ്ധയെ വസ്തുസിദ്ധിർ വിചാരേണ ന കിഞ്ചിത് കർമ്മ കോടിഭിഹി എന്ന് ശങ്കര ഭഗവത്പാദർ ഈ പ്രകരണ ഗ്രന്ഥം കൊണ്ട് പറയും. വിവേക ചൂടാമണി, തത്വബോധം, ആത്മബോധം, ഇതിലൊക്കെ അതതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പൽ പറയുന്നതാണ്. അപ്പോൾ കർമ്മം എന്താണ്? ചിത്തശുദ്ധിയാണ്. ആ ചിത്തശുദ്ധിക്ക് അനുസൃതമായി നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തെ ലോകത്തിൻ്റെ സംഗ്രഹം, ലോകസംഗ്രഹമേവാപി എന്നുള്ള നിയമം അനുസരിച്ച് അത് കർമ്മയോഗമായി മാറുന്നു എന്ന് പറയാം. ആ കർമ്മയോഗത്തിൻ്റെ പരമഫലപ്രാപ്തി തന്നെയാണ് ചിത്തശുദ്ധി. ആ ചിത്തശുദ്ധിയിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ജ്ഞാനലബ്ധി, ജ്ഞാനപ്രാപ്തി എന്ന് പറയുന്നത്, അറിവുണ്ടാകുന്നത്. എന്തറിവാണ്? ഞാൻ ആരെന്ന അറിവ്. അത് അനുഭവമാകുന്നതാണ്. നമുക്കല്ലാതെ അറിവ് വസ്തുജ്ഞാനം എന്ന് പറയും. മറ്റേതെന്താണ്? അനുഭവജ്ഞാനമാണ്. അതിനെയാണ് പ്രജ്ഞാനം എന്ന് പറയുന്നത്, പ്രകർഷേണയുള്ള ജ്ഞാനം. അതിനുള്ള വഴികളെക്കുറിച്ച് ആരംഭം കുറിച്ചുകൊണ്ടാണ് 5-ാം അധ്യായം ഉപസംഹരിച്ചത്. എന്താണ് 5-ാം അധ്യായത്തിൽ പറഞ്ഞത്? ബാഹ്യാൻ സ്പർശാൻ ബഹി കൃത്വ. നോക്കൂ, നമ്മളിത് പറയുമ്പം നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് നല്ല ബോധ്യമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഭഗവത്ഗീത കേട്ടിട്ട് കാഷായം എടുത്ത് ആശ്രമം തുടങ്ങാനോ അല്ലെങ്കിൽ ഇങ്ങനെ സന്യസിക്കാനോ ഏതെങ്കിലും വിധത്തിൽ ഇവരെയൊക്കെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായിട്ടുള്ള ആളുകളായിട്ടല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ഭാര്യയോടൊപ്പം, ഭർത്താവിനോടൊപ്പം, കുട്ടികളോടൊപ്പം, അവരുടെ അച്ഛനെയും അവരുടെ അച്ഛനും അമ്മയും എല്ലാമുള്ള ഈ കൂട്ടുകുടുംബം, മറ്റ് മതവിശ്വാസങ്ങൾ, ഇതെല്ലാമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ സമൂഹത്തെ നമ്മൾ കാണേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നുമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന ആധ്യാത്മികതയുടെ ഒരു വലിയൊരു തലമുണ്ട്. അതായിരിക്കണം നമ്മുടെ പലക എന്ന് പറയുന്നത്. നമ്മൾ ഇരിക്കുന്നത് അതിലായിരിക്കണം. എന്താണത്? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അപ്പം നമ്മുടെ ഏത് ആധ്യാത്മിക അന്വേഷണവും ആചരണവും ഒക്കെ അപരന് ഒരു തരത്തിലുള്ള, അത് മാനസികമായിട്ടും കായികമായിട്ടും ഒരു തരത്തിലുള്ള പീഡ നമ്മൾ ഉണ്ടാക്കരുത്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അവിടെ നിന്ന് അത് നന്നായി ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്താണെന്നറിയോ, ചിലർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഈ വെറുതെ ഓരോ ഉട്ടോപ്യൻ കാര്യങ്ങൾ ഇത് പറയാമെന്ന് പറയാം. അങ്ങനെ തോന്നുന്നവർക്ക് അങ്ങനെ തോന്നാം. എന്താണ് ഇതിൻ്റെ ആത്യന്തികമായ ഫലം? എന്താണ്? ഈ ഗീതാ ശ്രവണം കൊണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളെ നമ്മൾ പരിശീലിക്കാൻ ശ്രമിക്കുന്നതിലൂടെ എന്താണ്? നമ്മുടെ നിത്യജീവിതത്തിലെ സന്തോഷം തന്നെയാണ്. നിത്യജീവിതത്തിൽ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് എന്താവാം, ഈ പറഞ്ഞ പോലെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഉള്ള വെറുതെ അനാവശ്യങ്ങളായിട്ടുള്ള അതിൽ നിന്നൊക്കെ നമുക്ക് പിന്തിരിയാൻ പറ്റും സ്വാഭാവികമായിട്ടും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സാന്നിധ്യം തന്നെ മറ്റൊരാൾക്ക് ഒരു ഹിതകരമായി തീരുന്നതാണ്. ഇത് മറ്റേ ഇയാളൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് തോന്നുന്നതാണ്, അതല്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ബാഹ്യാൻ സ്പർശാൻ ബഹി കൃത്വ,
പുറമെയുള്ള വിഷയങ്ങളെ പുറത്ത് നിർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരമായി തൽക്കാലം നമ്മളിതൊന്ന് അഭ്യസിക്കുന്നതിന്, സൈക്കിൾ പഠിക്കുന്നത് പോലെ ഈ ധ്യാനം പരിശീലിക്കുന്നതിന് നമ്മൾ എന്തു വേണം? ഇത് നമുക്ക് എങ്ങനെയാണ്, ഒരു മൊബൈൽ ഫോണാണ്, ആ മൊബൈൽ ഫോണിനെ നമ്മളെങ്ങനെയാണോ ഒരു മീറ്റിങ്ങിൽ ചിലപ്പോൾ അത് സൈലൻറ്റ് മോഡിലിടും, ചിലപ്പോൾ അത് വൈബ്രേറ്ററിലിടും, ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യും. ഇതിനൊക്കെ ഉള്ള ഓപ്ഷൻ ആ മൊബൈൽ ഫോണിലുണ്ട്. ഇതേപോലെ നമ്മളെ എങ്ങനെയാണ് നമുക്ക് സൈലൻറ്റ് മോഡിലാക്കാവുന്നത്, സ്വിച്ച് ഓഫ് ചെയ്യുന്നത്? സ്വിച്ച് ഓഫ് ചെയ്ത് പിന്നെ ഈ മൊബൈൽ ഫോണിന് നെറ്റ്വർക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതുപോലെ നമ്മളെ ഒരു മൊബൈൽ ഫോണായിട്ട് സങ്കല്പിച്ചാൽ അതിലേക്കുള്ള ഈ നെറ്റ്വർക്കിനെ വിച്ഛേദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങൾ ഏതെങ്കിലും കാട്ടിൽ പോയി ഇരിക്കണം എന്നുള്ളതല്ല. പക്ഷെ തൽക്കാലം നമ്മൾ എന്തു വേണം? ഇതൊന്ന് അഭ്യസിക്കണം. ഈ അഭ്യാസത്തിനായിക്കൊണ്ട് ബാഹ്യാൻ സ്പർശാൻ ബഹികൃത്വ, പുറമെ നിർത്തിക്കൊണ്ട്. എങ്ങനെ ഇതിനെ പുറമെ നിർത്തുക? അതിനോട് അതിൻ്റെ കൂടെ പോകാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഒരു സാക്ഷി ഭാവത്തിൽ നിൽക്കുമ്പോൾ തന്നെ അത് പുറത്തായി. ഇത് അതിനോട് അനുകൂല പ്രതികൂല പ്രതികരണങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അതിനോട് നമ്മൾ പ്രത്യേകമായിട്ട് സംവദിക്കാൻ തുടങ്ങുന്നത്. ആ സംവാദം നമുക്ക് അത്തരത്തിലുള്ള അതിൻ്റെ കൂടെ പോക്ക് നമുക്ക് നിർത്തുക. അതാണ് പുറമേ നിർത്തൽ, ബഹികൃത്വ. എന്നിട്ടോ ചക്ഷുഹു ദൃഷ്ടിയെ ഭ്രുവോഹോ അന്തരേ നാസാഭ്യന്തരചാരിണൗ. അപ്പോൾ ഈ ഭ്രൂമധ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കുക. എന്നിട്ടോ നാസികയ്ക്കകത്തുകൂടെ പോകുന്ന പ്രാണനിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കുന്ന ഈ ഒരു ഏർപ്പാടിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക്. എന്നിട്ടാണ് ആ അധ്യായം ഉപസംഹരിച്ചത്. എന്താണ് ഇതിൻ്റെ ഈ ഏർപ്പാട്? ഈ ധ്യാനയോഗം എന്ന് പറയുന്ന ഈ അധ്യായം, 6-ാം അധ്യായം ഭഗവത്ഗീതയുടെ, ഇത് നമ്മൾ പരിചയപ്പെടുന്നതിന് മുൻപ് എന്താണ് ഈ ഏർപ്പാട് എന്നുള്ളതൊന്ന് അറിയുന്നത് നല്ലതാണ്. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതുമാണ് ഈ ധ്യാനം എന്ന് പറയുന്ന, മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ 2-ാം അധ്യായത്തിൽ ധ്യാനത്തെക്കുറിച്ച് പറയുമ്പം ആദ്യം തന്നെ നമ്മൾ അത് പഠിക്കണം. 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു എല്ലാവരും ധ്യാനിക്കുന്നു എന്നാ. അവിടെ ധ്യാനമാണ്. ധ്യായതോ വിഷയാൻ പുംസഹ. പുംസഹ മനുഷ്യൻ വിഷയങ്ങളെ ധ്യാനിക്കുന്നു. എന്താണ് വിഷയങ്ങൾ? കാണുക, കേൾക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഘ്രാണിക്കുക ഇത്യാദികളാണ്. ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം, അതിൽ നിന്നുണ്ടാകുന്നത് ഇതൊക്കെയാണ്. അപ്പം അതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച്, അതെങ്ങനെയൊക്കെ നേടാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നിരന്തരമായ ആലോചനയെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അത് ഏതിനെക്കുറിച്ചാണ് നമ്മൾ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരം വസ്തുവകകളെയാണ്. അങ്ങനെ അത്തരം വസ്തുവകകളെ നിരന്തരം ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഭഗവത്ഗീത പറയുന്ന ഭാഷയാണ് ധ്യായതോ വിഷയാൻ പുംസഹ. പുംസഹ വിഷയാൻ ധ്യായത. മനുഷ്യൻ വിഷയങ്ങളെ ധ്യാനിക്കുന്നു എന്നത്. അപ്പോൾ അവൻ അതിൽ എന്തുണ്ടാകുന്നു? സംഘസ്തേഷു ഉപജായതേ. അവൻ അതിനോട് സംഘമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ താല്പര്യമുണ്ടാകുന്നു. അവൻ ഇന്നെന്ന സാധനങ്ങളൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ച് അവൻ നിരന്തരം ആലോചിക്കുകയും ആ ആലോചനയുടെ ഫലമായിട്ട് അവൻ അതിനോട് തീവ്രമായ ആഗ്രഹം ജനിക്കുകയും ചെയ്യുന്നു. ജനിച്ചോട്ടെ എന്നാണെങ്കിൽ സംഘസ്തേഷു ഉപജായതേ സംഘാത് സംജായതേ കാമഹ. അങ്ങനെ ആഗ്രഹം ജനിക്കുമ്പോൾ പിന്നെ അത് തീവ്രമാകും. തീവ്രമാകുക എന്ന് പറഞ്ഞാൽ അത് കിട്ടിയേ മതിയാകൂ എന്നാവും. അതില്ലാതെ ഞാൻ എങ്ങോട്ടും ഇല്ല എന്നൊക്കെയുള്ള മട്ടിൽ അത് കിട്ടണം, അത് നേടലാണ് എൻ്റെ ലക്ഷ്യം. അതൊരു ലക്ഷ്യമായി തീരുന്നു. അതിൻ്റെ പേരാണ് കാമം എന്ന് പറയുന്നത്. അതെന്തും ആവാം. അപ്പോൾ അതിന് ആരെങ്കിലുമൊക്കെ തടസ്സം നിൽക്കുമ്പോൾ എന്തുണ്ടാവും?
ക്രോധം ഉണ്ടാവും. കാമാത് ക്രോധോ വിജായതേ. അങ്ങനെ ക്രോധം വരുമ്പോഴോ ഭവതി സമ്മോഹ, സമ്മോഹം സംഭവിക്കും. ആ സമ്മോഹത്തിൽ നിന്നോ സ്മൃതിഭ്രംശം ഉണ്ടാവും. സ്മൃതി വിഭ്രമം എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ നഷ്ടപ്പെടും. നമുക്ക് സമൂഹത്തിൽ തന്നെ ഓർമ്മ നഷ്ടപ്പെടുകയാണ്. മോഹാലസ്യമാണ്. സ്മൃതിഭ്രംശം ബുദ്ധിനാശത്തിന് വഴിയാക്കും. ബുദ്ധിനാശം നാശത്തിനും വഴിയാവും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധ്യാനമുണ്ട് ഓൾറെഡി. അപ്പം നമ്മുടെ നാശത്തിലേക്കുള്ള ധ്യാനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ധ്യാനം നമുക്ക് പരിചയമുണ്ട്. ഇതാണ് ആദ്യം അറിയേണ്ടത്. ഇനി രണ്ടാമതൊരു ധ്യാനമുണ്ട്. 2 ധ്യാനമേ ഉള്ളൂ. ഒന്ന് വിഷയങ്ങളെ, ഈ പറഞ്ഞ വസ്തുവകകൾ നേടാനുള്ള ആവർത്തിച്ചുള്ള ചിന്തയാണെങ്കിൽ, മറ്റൊന്ന് ഈ വസ്തുക്കളൊക്കെ കിട്ടുമ്പോഴും എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ഒരു ശാശ്വതമായ ശാന്തി, സമാധാനം എവിടെ കിട്ടും? എപ്പോൾ കിട്ടും? എങ്ങനെ കിട്ടും? അങ്ങനെ ഒരാൾക്ക് ചിന്ത തീവ്രമായാൽ മാത്രമേ ധ്യാനം, ഈ പറഞ്ഞ ധ്യാനത്തിലേക്ക് ആൾ കടക്കുന്നുള്ളൂ. അല്ലാത്തൊരാളെ സംബന്ധിച്ച് ധ്യാനം എന്ന് പറയുന്നത്, ശരിയായ ധ്യാനം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളതാണ്. മറ്റത് എന്തൊക്കെയാണ് ധ്യാനം? നമുക്ക് നോക്കാം. മനസ്സിനെ കുറച്ചൊന്ന് ശാന്തമാക്കുക. മനസ്സിനെ ശാന്തമാക്കുന്നതിന് ധ്യാനം സഹായകമാണ്. ഇപ്പം നമുക്കൊരു പ്രശ്നമുണ്ട്. എന്തോ ഒരു പ്രശ്നമാണ്, എന്തോ ആവട്ടെ. ചിലപ്പോൾ പേഴ്സണലായിരിക്കാം, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒന്നായിരിക്കാം. അത് ഞാനും ഭാര്യയും തമ്മിലുള്ളതോ, ഭർത്താവും തമ്മിലുള്ളതോ, കുട്ടികളും തമ്മിലുള്ളതോ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആരെങ്കിലും അടുത്ത ബന്ധം, ഭാര്യയുടെ അച്ഛനോ അമ്മയോ ആരോടെങ്കിലും ഒക്കെ ഉള്ളതായിരിക്കാം. എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, ട്രാൻസ്ഫർ ആയിരിക്കാം, കുട്ടിയുടെ സ്കൂളിൽ പ്രശ്നങ്ങൾക്കിപ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇഷ്ടംമാതിരി നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ നമ്മളൊരു നിർണായക ഘടകമാണ്. എന്ത് തീരുമാനിക്കണം? എന്താണ് ഞാൻ എടുക്കേണ്ട തീരുമാനം? നമുക്ക് എല്ലാവർക്കും അഭികാമ്യമായ നല്ല ഒന്ന് എന്താണ്? അതിനെന്ത് വേണം? നല്ലൊരു ആലോചന വേണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഒന്ന് നന്നായി, നമ്മൾ പറയുമല്ലോ, ഒന്ന് ഞാൻ കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കിയപ്പോൾ എന്ന് പറയുന്നത് ഈ പരിപാടിയാണ്. എന്തു വേണം അതിന്? ശാന്തമായി ഒന്നിരുന്ന് ഈ പ്രശ്നത്തെ നമ്മൾ എടുത്ത് മുന്നിൽ വെച്ച് അതിൻ്റെ പ്ലസും മൈനസും ഒക്കെ വിശകലനം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതും ധ്യാനം തന്നെയാണ്. പക്ഷെ ആത്യന്തികമായ ധ്യാനത്തിലേക്ക് എത്തിക്കാനുള്ളതാണോ അത്? അല്ല. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിന്, നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പോൾ പൂച്ച എലിയെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൂച്ച എലിയെ പിടിക്കുന്നത് മാത്രമല്ല, ഏതും നിങ്ങൾ ഈ ഡിസ്കവറി ചാനലും നാഷണൽ ജിയോഗ്രഫിക് ചാനലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ സിംഹം, അതുപോലെ പുലി, നരി ഇത്യാദി ഇതൊക്കെ വേട്ടയാടുന്നത്. ഇപ്പോൾ കൊറ്റി, ഭഗധ്യാനം എന്ന് പറയും. ഒരു ധ്യാനം തന്നെ ഉണ്ട്, ഭഗധ്യാനം. കൊറ്റിയുടെ ധ്യാനം. എന്താ ഭഗധ്യാനം? കൊറ്റി അങ്ങനെ നിശ്ചലനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ചെറിയ കമ്പിൻ്റെ മുകളിൽ. മൂപ്പര് കണ്ടു കഴിഞ്ഞാൽ അത് കമ്പാന്നതേ തോന്നുള്ളൂ. അപ്പം ആ തോന്നത്തക്ക വിധത്തിൽ ഇവനിങ്ങനെ ഇരിക്കും. മൂപ്പരുടെ തൽക്കാലം അവൻ്റെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളൊക്കെ അടക്കിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ആശാൻ്റെ മനസ്സെന്തിലാണ്? മനസ്സടങ്ങിയിട്ടുണ്ടോ? ഇല്ല. എല്ലാ ഇന്ദ്രിയങ്ങളും തന്നെ എന്താ പറയുക, അതിൻ്റെ എല്ലാ ശേഷിയും ഏത് നിമിഷവും വേണമെങ്കിൽ ഇപ്പോൾ എടുക്കാം. ഈ ഡൈനാമിറ്റ് പൊട്ടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള, ഈ പടക്കം പൊട്ടിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. പൊട്ടാതിരിക്കുമ്പോൾ നമുക്ക് തോന്നും ശാന്തനാണെന്ന്. തീ കൊളുത്തി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഈ പൊട്ടാതിരിക്കുന്ന പടക്കമാണ് ഈ ധ്യാനം, ഈ കൊറ്റി.
അതിന് കറക്റ്റ് തഞ്ചത്തിൽ ആ മത്സ്യം അതിന് പിടിക്കാൻ പാകത്തിനാണ് എന്നിവൻ അറിയുന്ന സമയത്ത് ഒരൊറ്റ മൂപ്പരുടെ ഒരു പോക്കുണ്ട്. ഈ കൊളക്കോഴി എന്ന് പറയുന്ന സാധനമുണ്ട്, വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് മത്സ്യത്തെ ഓടിച്ചിട്ട് പിടിക്കുന്നവന്മാരാ. എന്നിട്ട് പൊങ്ങും. അതിന് നീന്തും അറിയാം, ആകാശത്ത് പറക്കാനും അറിയുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അതുപോലെ കഴുകൻ, പരുന്ത്, ഇതൊക്കെ അങ്ങനെ ഉയരത്തിലിങ്ങനെ പറക്കും. ശ്രദ്ധ താഴെയുള്ള കോഴിക്കുഞ്ഞുങ്ങളും അതും ഇതും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, വന്ന് എടുത്തു കൊണ്ടുപോകും. ഇത് തന്നെയാണ് പൂച്ചയുടെ കാര്യത്തിൽ. എലിയെ പിടിക്കാൻ, എന്തിനെ പിടിക്കാനും. നമ്മുടെ ആശ്രമത്തിൽ ഒരു പൂച്ചയുണ്ട്, കല്യാണി. ഇതിങ്ങനെ ഒരു മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇത് എവിടേക്കാണ് ഇപ്പോൾ നോക്കുന്നത്, വാലും എല്ലാം അങ്ങനെ ഇതാക്കിയിട്ട് നോക്കുമ്പോൾ ഒരു അണ്ണാരക്കണ്ണൻ ഉണ്ടാവും. എങ്ങനെയാണ് അതിനെ പിടിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഇവർ വളരെ പതുക്കെ അങ്ങനെ അതിൻ്റെ ഏകദേശം അടുത്തേക്കൊക്കെ എത്തുന്ന വിധത്തിൽ അവിടെ ഇരിക്കും, ഒന്നും ചെയ്യാത്തവനെ പോലെ അടങ്ങി ഒതുങ്ങിയിരിക്കുക. എന്താ അടുത്ത പരിപാടി? ഈ ഉൾവലിക്കൽ മുഴുവൻ വലിയൊരു കർമ്മത്തെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരൊറ്റ ചാട്ടാണ്. ആ ധ്യാനവും ഉണ്ട്. എല്ലാത്തിനെയും ഉൾവലിച്ച് ഏകാഗ്രപ്പെടുന്ന ഒരു പരിപാടി. അതാണ് നേരത്തെ പറഞ്ഞ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഹോംവർക്ക് പോലെ ഇന്നതൊക്കെ ചെയ്യാം, അതാണ് നല്ലത്, ആദ്യം ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, ഒരു ക്രമം ഉണ്ടാവില്ല. ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം, അവിടേക്ക് പോകണം. അപ്പോൾ 2 ദിവസത്തെ പോക്കാണ്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക, ഒരു പെട്ടിയിൽ സാധനങ്ങൾ എടുത്തു വെക്കുക, എന്തൊക്കെ വേണം കൊണ്ടുപോകാൻ. ചെറിയൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിലുണ്ടല്ലോ എല്ലാറ്റിനും ഒരു കൃത്യത ഉണ്ടാവും. പോകുന്ന ഡ്രസ്സുണ്ട്, അത് പിന്നെ അവിടെ പോയാൽ പിന്നെ അവിടുത്തെ ആ മീറ്റിങ്ങിന് ഒരു ഡ്രസ്സ്, പിന്നെ റൂമിൽ രാത്രി ഇടാനും ഒരു ഡ്രസ്സ്, തിരിച്ചു പോരാൻ ആ ഡ്രസ്സ് തന്നെ മതിയാവും. മീറ്റിംഗ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങോട്ട് പോരാ, അത് മതി. അപ്പോൾ രണ്ട് പാൻറ്റും 2 ഷർട്ടും പിന്നെ അവിടെ റൂമിലിടാനുള്ള ഒന്നും മതി. ഇത്രയേ ആവശ്യമുള്ളൂ. പിന്നെ എന്താ, ചെറിയ പേസ്റ്റ് വേണം, ബ്രഷ് വേണം, അതൊക്കെ വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒരു ചെറിയ സൂട്ട് കേസ് മതി. മതി. ഇത് പോകാൻ നേരത്തെ ആലോചിക്കുക, എന്തൊക്കെയാണ് വേണ്ടത്, എന്നിട്ട് കുറേ എണ്ണം വാരി വലിച്ചിടുക, എന്നിട്ട് എടുത്ത് കൊണ്ടുപോവുക. വേണ്ടതുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട്. ആ ചെറിയ പ്രിപ്പറേഷൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്നതും ധ്യാനം തന്നെയാണ്. അപ്പം ഇതാണ് ധ്യാനം എന്ന് കരുതരുത്. അപ്പം ധ്യാനത്തിന് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്ന ഒരു കോൺസെൻട്രേഷൻ നമ്മൾ പറയും, ഇന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് വിഡ്രോ ചെയ്തിരിക്കുന്നു ബാക്കിയുള്ളതിൽ നിന്നൊക്കെ. ഒരു മിനിറ്റ് ഞാൻ പറയാം എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ഓർത്തെടുക്കുന്നതിന് തൽക്കാലം നമ്മൾ എല്ലാറ്റിനെയും ഒന്ന് മാറി നിൽക്കുന്നു. നമ്മുടെ ഓർമ്മയിലേക്ക് പോകാൻ വേണ്ടി ബഹളത്തിൽ നിന്ന് നമ്മൾ തന്നെ എല്ലാറ്റിനെയും വിഡ്രോ ചെയ്യുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് അതിനെ കണ്ടെത്തുന്നു. നമ്മുടെ ഓർമ്മയുടെ ചെപ്പിൽ നിന്നാണ്. എനിക്കിപ്പോൾ ഓർമ്മയായി, ഇന്ന വർഷമായിരുന്നു. അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ചെയ്തൊരു ഫയലുണ്ടാവും. ഓർമ്മയുണ്ട്, രാജീവ് ഗാന്ധി വെടിയേറ്റ് ആ സമയം, മരണപ്പെട്ട ആ സമയം, കാരണം അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സമയം. നമ്മൾ ചിലതുമായിട്ട് ചേർത്ത് വെച്ച് നമ്മളതിനെ മനസ്സിലാക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് തൽക്കാലത്തേക്ക് നമ്മൾ പോകുന്ന പരിപാടി. ഇത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പലപ്പോഴായിട്ട്. പക്ഷേ ഇവിടെ പറയാൻ പോകുന്നത് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ടുള്ളതാണ്. അപ്പം ആദ്യം നമുക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇത് കണ്ണടച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ കണ്ണടക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഇത്രയും കാലം വർഷങ്ങളായിട്ട് നമ്മൾ ശരീരത്തെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള ഒന്നുണ്ട്. അതെന്താ? കണ്ണടയ്ക്കുന്നത് നമ്മൾ പലപ്പോഴും ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ സമയം കണ്ണടയ്ക്കുക എന്നുള്ളത് ഉറങ്ങാനാണ്. അപ്പോൾ ഈ സിസ്റ്റം അങ്ങനെയാണ്
വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ശരീരമാകുന്ന ഈ മെക്കാനിസം കരുതുന്നത് നിങ്ങൾ ഉറങ്ങാനുള്ള പരിപാടിയിലാണ് എന്നാണ്. നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഓരോന്നും, അത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളെ ഉറക്കത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഈ ശരീരം ചെയ്യുന്ന പരിപാടി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മെക്കാനിസം ആ സംവിധാനത്തിലേക്ക് മാറും. അങ്ങനെ നമ്മൾ ഉറങ്ങും. അപ്പോൾ ഈ ഇരുന്നിട്ടും ചെമ്പ്രം പടിഞ്ഞിട്ടും കൈകളൊക്കെ കോർത്ത് വെച്ചിട്ടുള്ളതൊക്കെ ആയിക്കോതുകൊണ്ട് ചിലപ്പോൾ ഒന്നിങ്ങനെ തൂങ്ങും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ വീഴാൻ പോകുന്നത് പോലെ ആകുമ്പോൾ എണീക്കും ആദ്യമൊക്കെ. പിന്നെ ശരീരത്തിന് തോന്നും ഇവൻ ഇങ്ങനെ ഉറങ്ങാനുള്ള പരിപാടിയാണ്. ചിലപ്പോൾ അങ്ങനെയുണ്ടല്ലോ, നമ്മൾ നിന്നൊക്കെ ഉറങ്ങും. ട്രെയിനിലൊക്കെ സീറ്റ് കിട്ടിയിട്ടില്ല, ബസ്സിലൊക്കെ വരുമ്പോഴൊക്കെ അങ്ങനെ നിന്ന സാഹചര്യത്തിനനുസരിച്ച് ഈ ശരീരത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ ഏത് പരിതസ്ഥിതിയിൽപ്പെട്ടാലും ഇവൻ നമ്മളെ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ നിന്നുറങ്ങാനും ഇരുന്നുറങ്ങാനും വണ്ടിയുടെ പുറകിൽ ഇരുന്നുറങ്ങാനും വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങാനും. അങ്ങനെയാണല്ലോ പല ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? റോഡുകളൊക്കെ നല്ല സുന്ദരനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാവും. കാരണം ഒന്നുമില്ല, ചെയ്യാനൊന്നുമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുണ്ടും കുഴിയുള്ള റോട്ടിൽ ആരെങ്കിലും ഉറങ്ങാറുണ്ടോ? ഇല്ല, ഉറങ്ങാൻ പറ്റില്ല. ബസ്സിൽ ഓടിക്കുന്ന ഡ്രൈവർക്കും ഉറങ്ങാൻ പറ്റില്ല, പിറയിൽ ഇരിക്കുന്നവർക്കും ഉറങ്ങാൻ പറ്റില്ല. അതിലും ഉറങ്ങുന്നവരുണ്ട്. ഇപ്പോൾ ബസ്സിലെ കണ്ടക്ടർമാരുണ്ടല്ലോ, KSRTCയിലൊക്കെ പണ്ടിങ്ങനെ എഴുതുക അവർക്ക് എഴുതാനുണ്ട്. ചില എത്ര യാത്രക്കാർ ഇന്നടുത്തുനിന്ന് എത്ര പേര് കയറി, അപ്പോൾ കോളം ഒരു വലിയൊരു ഇതുണ്ട്, അത് പൂരിപ്പിക്കാനുണ്ട്. അത് അവരങ്ങനെ പൂരിപ്പിക്കുന്നത് കാണാം. അപ്പോൾ കുനുകുനാന്ന് പറഞ്ഞാൽ ചെറിയതായിട്ട് അവർ എഴുതുക. നമുക്കങ്ങനെ എഴുതാൻ പറ്റും? ഓടുന്ന ഇതിലിങ്ങനെ അതവർ ശീലിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ശരീരം അത്രയും ഫ്രണ്ട്ലിയാണ് നമ്മളുമായിട്ട്. പക്ഷെ ഇവനോട് പറയണം. ഇവനറിയാതെ നമ്മൾ ഈ പരിപാടി ചെയ്യുമ്പോഴാണ് ഇവനും തെറ്റിദ്ധരിക്കും. അതാണ് ഇതിലെ പ്രശ്നം. അതുകൊണ്ട് ഇവനെ നമ്മൾ ബോധിപ്പിക്കണം. എന്താ ഇവനോട് പറയേണ്ടത്? ഇത് ഉറങ്ങാനുള്ള പരിപാടിയല്ല, ഇത് ഞാനൊരു പുതിയ പരിപാടിക്കുള്ള ശ്രമമാണ്. അപ്പം നീ എന്നോട് സഹകരിക്കണം. അപ്പം അത് അവനും ബോധ്യമാവണം. നമ്മുടെ ഓൾ മെക്കാനിസം അതറിയണം. അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുന്ന ഈ പ്രാണനെ പൂരിപ്പിക്കലും അതിനെ കുംഭാവസ്ഥയിൽ നിർത്തലും സാവകാശം പുറത്തു വിടുന്ന രേചകവും എന്ന് പറയുന്നത്. പ്രാണായാമം നമ്മളെ അങ്ങനെ നിദ്രയിലേക്ക് കൊണ്ടുപോവില്ല, ശരീരത്തെ നന്നായി ഉണർത്തും. അതേസമയം ഈ ധ്യാനം പരിശീലിക്കുന്നതിന് നമ്മൾ പറയുന്ന ഈ 6-ാം അധ്യായത്തിൽ പറയാൻ പോകുന്ന ധ്യാനം, സ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ധ്യാനം, സത്യസാക്ഷാത്കാരത്തിനുള്ള ധ്യാനം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പരിശീലനം നമുക്ക് ആവശ്യവുമാണ്. അപ്പം അതിന് പ്രാരംഭമായി ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് നല്ല വിശ്രമം ആവശ്യത്തിന് ഉണ്ടായിട്ടുണ്ടാവണം. അതിനു മുമ്പ് ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് അതൊക്കെ വളരെ പ്രധാനം. ക്ഷീണിതനായിട്ടാണ് നമ്മളിത് പരിശീലിക്കുന്നതെങ്കിൽ ആ ഇരിപ്പിൽ തന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോവും. അങ്ങനെ ഉറങ്ങി നിങ്ങളത് ശീലിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നമുക്ക് കിട്ടുന്നത് എന്താ? സുഖമാണ്. അപ്പോൾ ആ ഉറക്കം സുഖമായിട്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു പുതിയ ധ്യാനം നല്ല സുഖമുള്ള പരിപാടിയാണ് ധ്യാനം. പുതുതായിട്ടിങ്ങനെ കിട്ടുന്ന ഒരു പുതിയ രീതിയിലുള്ള ഉറക്കത്തിൻ്റെ നിദ്രാസുഖം നമ്മൾ ധ്യാനത്തിൻ്റേതാണ് എന്ന് കരുതും. അതൊരു കബളിപ്പിക്കലാണ്. നമ്മളും നമ്മളെ കബളിപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പം ഇതത് അങ്ങനെയല്ല. ഇത് പൂർണ്ണമായ ഉണർവാണ്. അപ്പം ഈ ഉണർവ് നമ്മൾ നന്നായി ആലോചനാപൂർവം ശ്രദ്ധാപൂർവം ചെയ്യേണ്ടത് തന്നെയാണ്. ഇതിലെല്ലാം തന്നെ നമ്മൾ ഈവൺ ഒരു ജപമാല നിങ്ങൾ കറക്കുന്നത് പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും.
നിങ്ങളിപ്പോൾ തുടക്കത്തിൽ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കറക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എന്താണെന്നറിയോ? അതായത് നമുക്ക് നമ്മൾ ഓരോരുത്തരും ചെറുതാവുമ്പോൾ നമുക്ക് ഓരോരോ ശീലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറിയ കുട്ടിയാവുന്നത് മുതൽ പലർക്കും പല പല ശീലങ്ങളാണ്. ഈ ചില കുട്ടികൾക്ക് ഉറങ്ങുന്നതിന് അവർക്ക് അവരുടെ അടുത്ത് കിട്ടേണ്ടുന്ന ചില സാധനങ്ങളുണ്ട്. ഒന്നുമില്ല, ഒരു തുണിക്കഷ്ണമായിരിക്കും, പക്ഷെ അത് പ്രധാനമാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടോയ് ആയിരിക്കാം, ഒരു തുണിക്കഷ്ണമായിരിക്കാം, എന്തെങ്കിലുമാണ്. വിരലിങ്ങനെ വായിൽ കുടിച്ചിട്ട് ഉറങ്ങുന്ന ശീലം മിക്ക കുട്ടികളിലും ചെറുപ്പകാലത്ത് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ ചിലതൊക്കെ ഇങ്ങനെ ഈ തുണിയുടെ ഈ അറ്റം ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ ഓരോന്നിങ്ങനെ അതിൻ്റെ ആ ഭാഗം ഇങ്ങനെ പിടിച്ച് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഉറങ്ങുന്ന ശീലം നമ്മളിൽ പലർക്കും ചെറുപ്പത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ജപമാല പിടിച്ചിങ്ങനെ നിവർന്നിരുന്ന് ഇങ്ങനെ കറക്കി ഈ പറഞ്ഞ പോലെ ഓരോ മന്ത്രമാണ് ജപിക്കുന്നതെങ്കിൽ ഈ മന്ത്രജപം അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഈ ജപിക്കുന്ന ഈ പാട്ട് ഈ എന്താ പറയുക മന്ത്രങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ ചൈനക്കാരുടെ, ഏത് ഞെക്കിയാലും ഏത് മന്ത്രം വേണമെങ്കിൽ കിട്ടും. അങ്ങനെയുള്ള മന്ത്രം കേട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലൊക്കെ ഇതിൽ കുറേ അപകടങ്ങളുണ്ട്. എന്താണത്? ഈ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളെ ഉറക്കാൻ വേണ്ടി അമ്മ അല്ലെങ്കിൽ അമ്മമ്മ ഇവരൊക്കെ തന്നെ നമ്മളിങ്ങനെ ദേഹത്തിങ്ങനെ തട്ടുക, അങ്ങനെ ചെറുതായിട്ടൊക്കെ തട്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ തട്ടിയിട്ടുണ്ട്, ചെറിയൊരു താളത്തിലൊക്കെ. അത് നമ്മളിങ്ങനെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വയസ്സ് 60, 70, 80 ഒക്കെ ആണെങ്കിലും ധ്യാനിക്കാൻ പുറപ്പെടുമ്പോൾ ഈ ഉള്ളിൽ ഫയലായിട്ട് കിടക്കുന്നുണ്ടത്. ഇതിങ്ങനെ കറക്കുമുണ്ടല്ലോ, അതിലേക്കൊക്കെ കണക്റ്റഡ് ആവും. അങ്ങനെ എന്താവും, നമ്മൾ ഉറക്കത്തിലേക്ക് പോകും. പല പരിപാടികൾ ഇവൻ ചെയ്യും മനസ്സ്. ഇവൻ നിങ്ങളൊരു അലാം വെച്ചാൽ പോലും അസമയത്തുള്ള അലാമാണെങ്കിൽ ചിലപ്പോൾ അലാം നിങ്ങൾ വിചാരിക്കും ഇതെന്താ വർക്ക് ചെയ്തില്ലേ, ഇത് അടിഞ്ഞില്ലേ, അത് അടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അടിയുന്ന ഈ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ അതിന് കണക്കായിട്ടൊരു സ്വപ്നത്തെ തന്നെ ഉണ്ടാക്കി അവിടുത്തെ ഒരു ശബ്ദമാക്കി അത് കണക്ട് ചെയ്ത് കളയും. എന്നിട്ട് നമ്മളെ കബളിപ്പിക്കും. കാരണം നിങ്ങളെ ഉണർത്തരുതെന്ന് മൂപ്പർക്ക് ആഗ്രഹമുണ്ട്. കുറച്ച് നിദ്ര നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ അത്രയും ക്ഷീണിതനാണ്. വാകച്ചാർത്ത് തൊഴാൻ വേണ്ടിയിട്ട് 2 മണിക്ക് അലാം വെച്ച് കിടന്നതാണ്. ഈ വന്നതേ വളരെ ദീർഘയാത്രയിലാണ്. എന്നാലും പോയി തൊഴാം എന്നൊക്കെ കരുതിയിട്ട് അലാം വെച്ചു കിടന്നു. ഈ 2 മണിയായപ്പോൾ ഇതിങ്ങനെ അടിക്കുകയാണ്. ആ അടിക്കുമ്പോൾ കാണുന്നത് എന്താ, അമ്പലത്തിൻ്റെ നടയിൽ നമ്മൾ നിൽക്കുന്നു, അവിടെ അടിക്കുന്ന മണി. അപ്പോൾ അമ്പലത്തിൽ അടിക്കുന്ന മണി നമ്മുടെ ഈ അലാമുമായിട്ട് അങ്ങോട്ട് കണക്റ്റ് ആക്കും. എന്നിട്ട് നമ്മളതിങ്ങനെ അനുഭവിക്കും. 3 മണിയാകുമ്പോഴായിരിക്കും ചിലപ്പോൾ എണീക്കുക, 4 മണിയോ അല്ലെങ്കിൽ 5, 6 ആയിരിക്കും എഴുന്നേക്കുക. ഇത് വർക്ക് ചെയ്തില്ലേ, അങ്ങനെ ഓടിപ്പിടിച്ച് അങ്ങോട്ട് പോകും. ഈ മനസ്സ് എന്ന് പറയുന്നവൻ ഭയങ്കരനാണ്. ഇവൻ പലതും ഉണ്ടാക്കും, അത് അറിയണം. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. മനസ്സ് തന്നെ, അവൻ തന്നെയാണ് എന്തിന്, ബന്ധനത്തിനും മോചനത്തിനും കാരണമായി വർത്തിക്കുന്നത്. അത് നന്നായി അറിയണം. അപ്പം ഇവനെ പിടിക്കുക, ഇവനെ നന്നായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതാണ് നമുക്കിതിലെ ദുർഘടം എന്ന് തോന്നുന്നത്. എന്നാൽ
ഇതൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് പോലെ. ആള് നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ലാന്നേ. ആള് വളരെ സിമ്പിളാണ്. അത് മൂപ്പരുമായിട്ട് അടുക്കണമെങ്കിൽ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ പോയാലേ അത് നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതാണ് ഈ മനസ്സിനെ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ പോയാൽ ഇവനെ പിടികിട്ടും, അല്ലെങ്കിലോ പിടിതരില്ല. കാരണം ഈ പറഞ്ഞ പോലെ അലാം സെറ്റ് ചെയ്താലും ഇവൻ വേറൊരു സാധനമാക്കി, ഇവൻ എപ്പോഴും ഇവൻ്റെ പരിപാടി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക്, ഇവൻ്റെ സ്ഥാനം പോകുന്ന പരിപാടിയിലേക്ക് ഇവൻ അനുവദിക്കില്ല. അവൻ്റെ നിലനിൽപ്പാണത്. മനസ്സിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. അവൻ്റെ ജോലിയാണ്. അവൻ്റെ ജോലി പോയുള്ള ഒരു കാര്യത്തിന് അവൻ കൂടെ നിൽക്കുമോ? കാരണം അവൻ എപ്പോഴും നിങ്ങൾ ആശ്രയിക്കണം. അതാണ് അവനിഷ്ടം. അവനല്ലെങ്കിൽ അവൾ. ഇന്ന് നമ്മളോട് ഒരു സുഹൃത്ത് ചോദിച്ചു, വിമാനം പുരുഷനാണോ സ്ത്രീയാണോ? നമ്മൾ പറഞ്ഞു വിമാനം ശബ്ദം അനുസരിച്ച് നപുംസകമാണ്. അപ്പോൾ മൂപ്പര് ഈ വിമാനത്തിൻ്റെ ഇതിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആ മൂപ്പര് പറഞ്ഞു അങ്ങനെയല്ല, വിമാനം സ്ത്രീയാണ്. സ്ത്രീലിംഗത്തിലാണ് പൈലറ്റുമാർ ക്യാപ്റ്റന്മാരൊക്കെ അതിനെ ഉപയോഗിക്കുന്നത്. ഷീ ഈസ് റെഡി ടു ഫ്ലൈ എന്നാണ്. ഇതാ അവൾ റെഡി ആയിട്ടുണ്ട് പറക്കാൻ. സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാണ് അത്ര, ഷീ എന്നാണ്. നമ്മളെ സംബന്ധിച്ച ഒരു പുതിയ അറിവാണ്. അപ്പോൾ മനസ്സിനെ നമ്മൾ ഈ അവനവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവും ചിലപ്പോൾ. എന്താ ഈ അവനവൻ എന്ന് പറയുന്നത്? അവളല്ലേ, അവനോ അല്ലെങ്കിൽ അവളോ ആരോ ആവട്ടെ, ഹി ഓർ ഷീ. ചിലപ്പോൾ അവനാവും അവളാവും, രണ്ടും അവനറിയാം. ഏത് വേഷം വേണമെങ്കിലും കെട്ടാനും അറിയാം. അപ്പോൾ നമ്മൾ ഏറ്റവും ഇതിലെ പരമപ്രധാനം എന്ന് പറയുന്നത് നമ്മളെ ഓരോന്നും അറിഞ്ഞു പോവുക എന്നുള്ളതാണ്, അറിയുക എന്നുള്ളതാണ്. അതാണ് ഗുരുദേവൻ പറയുന്ന അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരുവിന്. ആ കരുവിനെ പിടിക്കാനുള്ള പോക്കാണ്. അതാണ് ശരിയായ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഗീതയിലും ഉപനിഷത്തിലും ഒക്കെ പറയുന്നത്. മറ്റത് ഇന്ന് നമ്മൾ മെഡിറ്റേഷൻ, ധ്യാനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളെ കുറയ്ക്കാൻ വേണ്ടി, നമ്മുടെ പ്രഷറും ഷുഗറും ഒക്കെ കുറയ്ക്കാനായിട്ടുള്ളത് ഇങ്ങനെയുള്ള പല മെഡിറ്റേഷനുകളും ഉണ്ട്. അങ്ങനെ മെഡിറ്റേഷൻ തെറാപ്പിയായിട്ട് മെഡിറ്റേഷനുണ്ട്. അത്തരം മെഡിറ്റേഷൻ ക്യാമ്പുകളൊക്കെ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഞാൻ ഈ മെഡിറ്റേഷൻ പരിശീലിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഷുഗർ കുറഞ്ഞു, എൻ്റെ പ്രഷർ കുറഞ്ഞു. അങ്ങനെയൊക്കെ ഓരോരുത്തരും അനുഭവപ്പെടുത്തുന്നു. അവരവരുടെ അനുഭവം പറയുമ്പോൾ നമ്മൾ ആരും അതിനെ നിഷേധിക്കാൻ. ഒരാൾ പറയുകയാണ് ഇതെൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞാൽ നമ്മളതിൽ കയറിയിട്ട് അതൊന്നും നടക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അവരവരുടെ അനുഭവം പറയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രഷർ കുറയാനും ഷുഗർ കുറയാനും ആണോ മെഡിറ്റേഷൻ എന്ന് ചോദിച്ചാൽ അതല്ല. നിങ്ങളുടെ സ്ട്രെസ്സ് റിലീസാക്കാനുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് എല്ലാ സ്ട്രെസ്സും റിലീസാവുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും. ആ നിർഭയത്വം നമുക്ക് തരുന്നുണ്ട്. അപ്പം ഇത് ആദ്യം ഈ ധ്യാനം എന്ന് പറയുന്ന പ്രക്രിയ, ഞാൻ എന്തിനെ ധ്യാനിക്കണം എന്ന് ഒരാൾ തീരുമാനിക്കപ്പെടേണ്ടതാണ്. ഞാൻ എന്തിനാണ് ധ്യാനിക്കുന്നത്? എന്താണ് ധ്യാനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്? അതൊരു ഭാഗത്ത്. ഇവിടെ പറയുന്ന ധ്യാനമോ ഈ വിഷയങ്ങളെ മുഴുവൻ പുറത്ത് നിർത്തി ഭ്രൂമധ്യത്തിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിച്ച് ഉള്ളിലേക്ക് പോകുന്ന പ്രക്രിയ. അതാണ് 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ജസ്റ്റ് ഒന്ന് സാമാന്യം പറഞ്ഞു വെച്ചത്. 6-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ധ്യാനം
അർജുനൻ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ക്ഷമിക്കണം, ഭഗവാൻ അർജുനൻ്റെ മുൻപ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഭഗവാന്റെ മറുപടി തന്നെയാണ് ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വരുന്നത്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സസന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. ഭഗവാൻ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആരാണ് സന്യാസി, ആരാണ് യോഗി എന്നുള്ളതിനെ ഒന്നുകൂടെ അടിവരയിടുക. ധ്യാനയോഗമാണ് ഇവിടെ, ധ്യാനമാണ്, മെഡിറ്റേഷനാണ് വിഷയം. വിസ്തരിച്ച് തന്നെ നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.